നല്ല സപ്പോർട്ട്. നാട്ടിലൊക്കെയാന്ന് പറഞ്ഞാൽ ഒത്തിരി ഇടവകൾ സോങ് വാങ്ങി അവിടുത്തെ ഇടവകയുടെ കരോൾ സോങ്ങിൽ ഉൾപ്പെടുത്തി, സ്കൂളുകളിൽ ഉൾപ്പെടുത്തി. ഒത്തിരി നല്ല സപ്പോർട്ടുണ്ട്. ഇവിടെ നിങ്ങൾക്ക് പലയിടത്തും പാടാനുള്ള അവസരം ഉണ്ടായില്ല? ഇവിടെ പാടാൻ അവസരം തന്നത് ഒന്ന് നമ്മുടെ സിംസ് സിറോ മലബാർ സൊസൈറ്റിയുടെ അവരുടെ ക്രിസ്മസുമായിട്ട് ബന്ധപ്പെട്ട് ഒരു കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു, കരോൾ സിംഗിങ് കോമ്പറ്റീഷൻ. അതിൽ നമ്മൾ പങ്കെടുത്തു. 8 ടീമിൽ ഒരു ടീം നമ്മളായിരുന്നു. അതിൽ നല്ലൊരു അപ്രീസിയേഷൻ നമുക്ക് ലഭിച്ചു. അതിലുപരി ഫ്രാൻസിസ് സാറിന്റെ ബേറൻ മീഡിയ സിറ്റിയിലെ ക്രിസ്മസ് റിലേറ്റഡ് ആയിട്ട് നടന്ന കോമ്പറ്റീഷനിൽ ഞങ്ങൾ ഇവിടെയും വന്ന് പാടി. ഇതൊന്നും ഒരു നല്ല സപ്പോർട്ട് കാണികളുടെയും മറ്റും. പാട്ട് കേട്ടിറങ്ങിയവർ നമ്മളോട് പറഞ്ഞു നിങ്ങളുടെ പാട്ട് കേൾക്കാൻ നല്ല ഒരു വൈബ് ഉണ്ടായിരുന്നു. പാട്ട് ഞാൻ കേട്ടതാണ്. അപ്പൊ അങ്ങനെ കേൾക്കുന്നത് ഏറ്റവും വലിയ നമുക്ക് മറ്റൊന്നിലും അല്ല ആദ്യത്തെ ഒരു കാര്യമാണ്. തീർച്ചയായിട്ടും ബോബിയുടെ ഒരു ഫസ്റ്റ് അറ്റംപ്റ്റ് ആയിരുന്നു, എങ്കിലും സംഭവം വിജയിച്ചു എന്നുള്ളതാണ്. ഒരുപാട് പേര് കേട്ടു, നല്ല അഭിപ്രായങ്ങൾ പറഞ്ഞു. ഒരുപാട് 90,000 1 മില്യൺ അടിക്കാറായി. 1 മില്യൺ. പക്ഷെ ഇപ്പൊ നമ്മളതിന്റെ പുറകെ പോകുന്നില്ല. ഇപ്പം അത് ഒന്നുകൂടിയൊക്കെ വീട്ടിൽ ഒന്ന് ഷെയർ ചെയ്ത് കഴിഞ്ഞാല് 1 മില്യൺ ആവാൻ വലിയ പാടൊന്നും ഉണ്ടാവത്തില്ല. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ. എങ്ങനെയായിരുന്നു ജൂലിയുടെ ഭാഗത്തുള്ള സപ്പോർട്ട്? നേരത്തെ വന്ന് പറഞ്ഞ ഉടനെ തന്നെ ഒരു നെഗറ്റീവാണ് പറഞ്ഞത്. അതിനുശേഷം പാട്ട് ഇറങ്ങിയപ്പോഴത്തേക്ക് എന്തായിരുന്നു പ്രതികരണം? സന്തോഷമായിരുന്നു. കാരണം അച്ഛനത്ര അങ്ങനെ എഴുതി വന്നപ്പം ഒരു ടെൻഷൻ, ഇത് വേറെ ഇതേപോലത്തെ ട്യൂൺ ഉണ്ടോ, മീൻസ് അങ്ങനെ ആൾക്കാർ ഇത് കോപ്പി റൈറ്റ് ആവോ, കോപ്പി അടിച്ചതാണെന്ന്. പക്ഷെ ട്യൂൺ അച്ഛൻ ചോദിച്ചു നീ ഇത് വേറെ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? അപ്പൊ ഇല്ലാന്ന് പറഞ്ഞു. പിന്നെ കേട്ടപ്പോ നല്ല കറക്റ്റ്, എല്ലാം കറക്റ്റ് ആയിട്ടാണ് എഴുതിയിരിക്കുന്നത്. പിന്നെ ചെറിയ തിരുത്തലുകളൊക്കെ വരികൾക്ക് ഒരു ലൈഫ് ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞ കൊള്ളാം. പിന്നെ വേറൊന്ന് ഞാൻ പറയട്ടെ, ഞാൻ ആദ്യം ഒരു ഇത് പറഞ്ഞെന്ന് പറഞ്ഞാലും ഞാൻ എഴുതിയ വരികളിൽ ചില പോർഷൻ അതിന്റെ ആ കറക്റ്റ് വേർഡ്, ഞാനിപ്പം പൂജാതനായി എന്നൊക്കെ പറയുമ്പോൾ അങ്ങനല്ല ചാച്ച, അവിടെ ഇത് എഴുതാം, അതായിരിക്കും ഇച്ചിരൂടെ നല്ല ചെറിയ ചെറിയ വേർഡുകള് കറക്റ്റ് ഇതിന്റെ ആക്കി തന്നു. അങ്ങനൊരു സഹായവും ചെയ്തിട്ടുണ്ട്. അമ്മ ഈ പാട്ട് കേട്ടപ്പോഴത്തേക്ക് എനിക്ക് വളരെ സന്തോഷമായിപ്പോയി. ഇത്രയൊരു പാട്ട് എഴുതാൻ ദൈവം കൃപ ചെയ്ത് ഓർക്കാൻ ശ്രദ്ധിക്കുക. എപ്പോഴും പ്രാർത്ഥിക്കുന്നുണ്ട് എൻ്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ വേണ്ടി. എത്രയും നല്ലതായിട്ട് എഴുതി ഒരുപാട് പേര്, ഒത്തിരിയും പേര് കാണുകയും കേൾക്കുകയും ഇങ്ങോട്ടും എല്ലാവരും വിളിക്കുകയും എല്ലാം ചെയ്ത് വളരെ സന്തോഷമായി എനിക്ക് ആ പാട്ട് കേട്ടത്. നല്ല പാട്ട്, വളരെ ഇഷ്ടപ്പെട്ടു. ഇത്രയൊരു കഴിവ് കൊടുത്തതിൽ ദൈവത്തിന് നന്ദി പറയുക. തീർച്ചയായിട്ടും കൂടുതലായിട്ട് എഴുതാനും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. തീർച്ചയായിട്ടും ഇനി അത്തരം കഴിവുകൾ അത് പരിപോഷിപ്പിച്ച് കൊണ്ടുവന്നു കഴിഞ്ഞാല് ഇതൊക്കെ മേലെയുള്ള പല കാര്യങ്ങളും ചെയ്യാനും പറ്റും, എഴുതാനും ഒക്കെ പറ്റും. അപ്പൊ ഏതായാലും നമ്മൾ ആ സോങ്ങിനെ കുറിച്ചാണ് ഇത്രയും സമയം സംസാരിച്ചത് അല്ലെ. അപ്പൊ തീർച്ചയായിട്ടും പ്രേക്ഷകർക്ക് അത് കേൾക്കാനുള്ള ആഗ്രഹം ഉണ്ടാവും. നമുക്ക് അതിന്റെ 2 ലൈൻ പാടാൻ പറ്റുമോ? അതിന്റെ മിന്നി മിന്നി തെളിയുന്ന വാനങ്ങളിൽ മിന്നും താരമയവതരിക്കാൻ ഭൂലോകനാഥൻ രക്ഷകനാ ഘോഷാല തന്നിൽ പിറക്കുമെന്ന്. മിന്നിപ്പോൾ താരകങ്ങൾ മിന്നി മിന്നി തെളിയുന്നു പ്രഭയോടെ. പൊന്നോമൽ പുത്രനെ വരവേൽക്കാൻ രാജാക്കന്മാരുമായി അനുഗമിച്ചു. പൊന്നോമൽ പുത്രനെ വരവേൽക്കാൻ രാജാക്കന്മാരുമായി അനുഗമിച്ചു. മിന്നിപ്പോൾ താരകങ്ങൾ മിന്നി മിന്നി തെളിയുന്നു പ്രഭയോടെ. പൊന്നോമൽ പുത്രനെ വരവേൽക്കാൻ രാജാക്കന്മാരുമായി അനുഗമിച്ചു. പൊന്നോമൽ പുത്രനെ വരവേൽക്കാൻ രാജാക്കന്മാരുമായി അനുഗമിച്ചു. സന്തോഷത്തോടെ അപ്പടിച്ചു സ്തുതിപാടാം സംഗീതത്തോടെ. പാടിടാം സന്തോഷത്തോടെ അപ്പടിച്ചു സ്തുതിപാടാം സംഗീതത്തോടെ. വിണ്ണിന്റെ നാഥൻ പൊന്മകനായി പുൽക്കൂട്ടിൽ പിറന്നതിന്. വിണ്ണിന്റെ നാഥൻ പൊന്മകനായി പുൽക്കൂട്ടിൽ
അപ്പോ ഇതല്ലാതെ പിന്നെ എന്താണ് ബോബിയുടെ മറ്റ് കഴിവുകൾ? ഇതല്ലാതെ എന്ന് പറഞ്ഞ ബോബി നന്നായിട്ട് ടിക്ടോക്ക് ചെയ്യുന്ന ഒരാളാണ്. ടിക്ടോക്ക് ചെയ്യും. അതും ഞാൻ സൗദി വെച്ച് ഈ ടിക്ടോക്ക് സ്റ്റാർട്ട് ചെയ്ത് മീൻസ് സൗദി വെച്ച് ചെയ്യുമുണ്ടായിരുന്നു. ആ അക്കൗണ്ട് തന്നെയാണ് ഞാൻ ഇപ്പോഴും ഫോളോ ചെയ്യുന്നത്. സൗദിയിൽ അന്ന് ചെറുതായിട്ട്, കാരണം സൗദിയുടെ വേറൊരു ലൈഫായിരുന്നു. ഞാൻ സൗദിയിലുണ്ടായിരുന്നു, ഞാൻ പറഞ്ഞില്ലെന്ന് തോന്നുന്നു. 11 കൊല്ലം നഴ്സിംഗ് പഠിത്തം കഴിഞ്ഞ് നാട്ടിൽ വർക്ക് ചെയ്തു. അതിനുശേഷം 2010 സൗദിക്ക് പോന്നു. അവിടെ വെച്ച് അതിനുശേഷമാണ് ഞങ്ങളുടെ കല്യാണമൊക്കെ കഴിയുന്നത്. വൈഫ് അവിടെ ഉണ്ടായിരുന്നു. പിന്നെ മോളായി കഴിഞ്ഞപ്പം മിനിസ്ട്രിയിലായിരുന്നു അവിടെ. ജോബ് റിസൈൻ ചെയ്ത് നാട്ടിൽ പോന്നു. പിന്നെ ഞാൻ ഒറ്റയ്ക്ക് അവിടെ അരാംകോയുടെയും റോയൽ കമ്മീഷന്റെയും ഡെസേർട്ട് ലൈഫാണ്, ഒത്തിരി ഉള്ള ഏരിയയിലാണ്. അവിടെ വെച്ച് നമുക്ക് ചെറിയ ഇതുപോലുള്ള ഫ്രീ ടൈം കിട്ടുമ്പോ ഇങ്ങനെ ടിക്ടോക്ക്. പിന്നെ അതിനുശേഷം ഇവിടെ വന്നപ്പം നമുക്ക് ഇച്ചിരി കൂടെ എനിക്ക് ഇഷ്ടമുള്ള സ്ഥലമാണ് ബഹ്റൈൻ. ഞാൻ സൗദി നിൽക്കുമ്പോഴും ഇവിടെ വരാറുണ്ട്. ഇങ്ങോട്ടായിരുന്നു സത്യമായിട്ടും ഭയങ്കരമായിട്ട് ഒത്തിരി ആഗ്രഹിക്കുന്നു. മറ്റേ ഏത് സ്ഥലത്തിലും പോകുന്നതിനെക്കാട്ടിലും ഏറ്റവും ഇഷ്ടം ബഹ്റൈനാണ്. അപ്പം എൻ്റെ പപ്പായുടെ പെങ്ങൾ ഇവിടെ ഉണ്ട്, സൽമാനിയയിൽ. ഏതാണ്ട് 40 ഇയർ അടുത്ത് എക്സ്പീരിയൻസ് വർക്ക് ചെയ്തൊരു സ്റ്റാഫ് ഉണ്ടായിരുന്നു. അപ്പൊ ആന്റി എപ്പോഴും എന്നോട് പറയും, എടാ നീ അവിടെ നിന്ന് ഇങ്ങോട്ട് വരാൻ നോക്കും. പക്ഷെ അന്നേരമൊന്നും സാധിച്ചില്ല. പക്ഷെ ഇപ്പം ദൈവാനുഗ്രഹം കൊണ്ട് ഇവിടെ എത്താൻ സാധിച്ചു, ഇവിടെ ജീവിക്കാൻ സാധിക്കുന്നു. അതിലൊക്കെ ദൈവത്തിനോട് ഒത്തിരി നന്ദി പറയണം. അപ്പം ഇവിടെ വന്നത് അങ്ങനെ അവിടെ വെച്ച് ഞാൻ ഇവിടെ വരുമായിരുന്നു. പിന്നെ ഇവിടെ വന്നതിന് ശേഷം എനിക്ക് സത്യം പറഞ്ഞാൽ എൻ്റെ ഒരു വീക്ക്നെസ് ആണ് സുഹൃത്തുക്കൾ. എനിക്കത് ഒത്തിരി ഉണ്ട്. ഇവിടെയും എനിക്ക് ഒത്തിരി നല്ല സുഹൃത്തു വലയങ്ങളുണ്ട്. ഇപ്പോഴേ ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴും ഈ ടിക്ടോക്ക് ചെറിയ രീതിയിൽ പോകുന്നു. അങ്ങനെയാണ് ഞാൻ ഇച്ചിരി മുമ്പ് പറഞ്ഞ പോലെ ഒരു ഷോർട്ട് ഫിലിം. പിന്നെ അതിലുപരി എനിക്ക് ഇവിടുത്തെ പത്തനംതിട്ടയെ ബേസ് ചെയ്തൊരു സംഘടന ഉണ്ട്, പത്തനംതിട്ട പ്രവാസി അസോസിയേഷൻ. അതിന്റെ ഒരു ഭാഗമൊക്കെ ആകാൻ സാധിച്ചിട്ടുണ്ട്. അതില് നല്ല രീതിയിൽ അതിനകത്ത് പ്രവർത്തിച്ച് അതിന്റെ തുടക്കകാലത്തിലെ അല്ല, ഞാൻ വന്ന കാലം മുതൽ അതിന്റെ കൂടെയുണ്ട്. പിന്നെ അതിന്റെ ഒരു ചാരിറ്റി കൺവീനറായിട്ട് പ്രവർത്തിക്കാൻ സാധിച്ചു. ഈ ചാരിറ്റി എന്ന് പറഞ്ഞപ്പം ഞങ്ങൾ ഒത്തിരി നേഴ്സസിൽ പോലും ഞങ്ങളുടെ ഗ്രൂപ്പുകളുണ്ട്, നേഴ്സുമാർക്കിടയിൽ ഗ്രൂപ്പുകളുണ്ട്. അപ്പൊ അതിലൊക്കെ ആർക്കെങ്കിലും എന്തെങ്കിലും വിഷമങ്ങൾ വന്നാൽ ചിലപ്പോൾ ഞാൻ തന്നെ ആയിരിക്കും അതിനകത്ത് മുന്നിട്ട് നിൽക്കുന്നത്. അപ്പം അവരെ സഹായിക്കാനും. അപ്പം ഞങ്ങളുടെ ഇങ്ങനെ ഓരോ സ്ഥലങ്ങളിലേക്ക് ഞങ്ങൾ കൊറോണപരമായിട്ട് പലയിടത്തും ഡ്യൂട്ടിക്കൊക്കെ പോകുമ്പോൾ ഞങ്ങൾക്ക് ഓരോ ഗ്രൂപ്പുകൾ ഉണ്ടാകുമ്പോഴും അവിടെ ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ, അല്ലെ ഒരു സഹായം വേണമെങ്കിൽ, അല്ലെ അവരുടെ ഒരു സുഹൃത്തുക്കൾക്ക്, അല്ലെ അവരുടെ നാട്ടിലെ ആർക്കെങ്കിലും ഒരു സഹായം വേണമെങ്കിൽ ഗ്രൂപ്പിൽ മെസ്സേജ് വരുമ്പോഴേ ചിലപ്പോൾ ഞാനത് ഏറ്റെടുക്കും. എന്റെ കൂട്ടുകാരനോട് പറഞ്ഞു, നീ എല്ലാ വള്ളിയും പിടിക്കുമെന്ന് ചോദിക്കും. അപ്പൊ അതൊരു അല്ല, കൂട്ടുകാർ മാത്രമേ വരുള്ളൂ, ജൂലി പറയാറുണ്ടോ ഇതുപോലെ? പറയാറുണ്ട്. കാരണം പ്രത്യേകിച്ച് പത്തനംതിട്ട അസോസിയേഷനില് അതിന്റെ ഒരു നല്ല ടൈമില് എനിക്ക് രാജേഷ് ഭായിക്കൊക്കെ അറിയാം. നമ്മുടെ ഒരു പ്രോഗ്രാമില് നിങ്ങളെ ഞാനാണ് ഇൻവൈറ്റ് ചെയ്യുന്നത്. നമ്മുടെ കുറെ വർഷം മുമ്പ് ആങ്കറായിട്ട് നമ്മള് KCL നടത്തി. അതെ. അവിടെ അതിന്റെ പ്രോഗ്രാമിന്റെ ഓൾമോസ്റ്റ് ആണെന്നിട്ടുള്ള പ്രീവിയസ് പ്രോഗ്രാം നോക്കിയാൽ മതി. ഞാനാണ് അതിന്റെ കൺവീനർ എടുക്കുന്നത്. കൺവീനറായിട്ടൊരു സ്ഥാനം എന്റെ കിട്ടി കഴിയുമ്പോൾ തൊട്ട് എനിക്കങ്ങ് കൂടുതൽ എങ്ങനെ അതിനെ പ്രോഗ്രാമിനെ കൂടുതൽ ഇതാക്കാം. ഈ പരിപാടിയുമായിട്ട് ഞാൻ വീട്ടിൽ വന്നിട്ട് പിന്നെ എനിക്ക് ഇതെപ്പോഴും എന്റെ മൈൻഡിൽ ഇതാണ്. അപ്പൊ പ്രോഗ്രാമിന്റെ ചാർട്ട് ഉണ്ടാക്കുക, പുതിയ ആൾക്കാരെ ഇൻവൈറ്റ് ചെയ്യുക, അങ്ങനെ ഓരോന്നായി കഴിയുമ്പോൾ ഞാൻ കംപ്ലീറ്റ് എന്റെ മൈൻഡിൽ ഇങ്ങനെ ഇതാണ്. അപ്പൊ ഈ വൈഫ് എന്നോട് പറയാറുണ്ട്, അസോസിയേഷൻ നല്ലതാണ് വർക്ക് ചെയ്യുന്നത്, പക്ഷെ വീട്ടിലെപ്പോഴും എന്തെങ്കിലും ഒരു ആവശ്യത്തിന് പ്രോഗ്രാം ഇന്നോ നാളെ അങ്ങ് പോകും എന്നൊക്കെ ഞാനിവിടെ തന്നെ ഉണ്ട്. അപ്പൊ ഞാൻ പറയുന്നത് അല്ലേ, അത് കുഴപ്പമില്ല, നമ്മുടെ ഒരു പ്രോഗ്രാം അല്ലേ എന്നൊക്കെ പറഞ്ഞ് ഞാനങ്ങ് പോകും. പക്ഷെ അതുകൊണ്ട് നല്ലതായിരുന്നു. ഒത്തിരി ഞാൻ അതല്ലേ ഒത്തിരി സുഹൃത്തുക്കളെ അങ്ങനെ കിട്ടി. അങ്ങനെ സുഹൃത്തുക്കൾ ഒത്തിരി എനിക്ക് ഉണ്ടായിട്ടുണ്ട്. നല്ലതാണ്, നല്ല സുഹൃത്തുക്കൾ ഒത്തിരി ഉണ്ട്. മെയിലല്ലേ, മെയിൽ സുഹൃത്തുക്കളല്ലേ? അതെ. അല്ലാതെ ഉണ്ട്, നേഴ്സുമാരാകുമ്പോ പ്രത്യേകിച്ച് ഫീമെയിൽസും ഉണ്ടാവുമല്ലോ, ഫീമെയിൽ സുഹൃത്തുക്കളും ഉണ്ട്. പിന്നെ അപ്പം ഞാൻ പറഞ്ഞ പോലെ ഇതുപോലെ നമ്മുടെ കൂട്ടത്തില് ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വരുമ്പോൾ നമ്മൾ ആദ്യം അത് ഇറങ്ങും. പിന്നെ അതുപോലെ ഒരു കളക്ഷൻ സ്റ്റാർട്ട് ചെയ്താൽ പോലും പെട്ടെന്ന് അതിന് വേണ്ടി. അപ്പം ഈ പറഞ്ഞ പോലെ തന്നെ എല്ലാ ആദ്യം വള്ളി പിടിക്കുന്നത് മിക്കവാറും ഞാൻ തന്നെ ആയിരിക്കും. അപ്പം അതിന്റെ പുറകെ അങ്ങനെ പോകും. അതപ്പം നമുക്ക് എന്താണെന്ന് വെച്ചാൽ ഇച്ചിരൂടെ ബിസി ആയി, നമ്മളെ ലൈഫ് ഇച്ചിരൂടെ ബിസി ആകുന്നു, നമുക്ക് എൻഗേജ്ഡ് ആകുന്നു മറ്റു പല കാര്യങ്ങളും. അതുകൊണ്ട് സന്തോഷമാണ്. പക്ഷെ അത് ഒരു ദോഷമായിട്ടൊന്നും തോന്നിയിട്ടില്ല ഇതുവരെ. അല്ല, ഈ കല്യാണം കഴിക്കുന്ന സമയത്ത് ഒരു നഴ്സിനെ തന്നെ കല്യാണം കഴിക്കണം എന്നുള്ള നിർബന്ധം ഉണ്ടായിരുന്നു?